ആരാണ് യഥാർത്ഥ പണ്ഡിതൻ? പണ്ഡിതന്മാരെ കുറ്റം പറയാൻ പാടില്ല. ശൈഖന്മാരൊക്കെ പണ്ഡിതന്മാരെ കുറ്റം പറയുന്നുണ്ട്. നമ്മള് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആരാണ് യഥാർത്ഥ പണ്ഡിതൻ നമ്മൾ പഠിക്കണം. വെള്ള തുണി കുപ്പായവും തനുപ്പാവും കെട്ടിയോണ്ട് ഒരാൾ പണ്ഡിതനാവില്ല. അറബി തെറ്റാതെ വായിച്ചറിയാനും പണ്ഡിതനാവില്ല. ഇപ്പൊ അറബി ടീച്ചർമാരായി വരുന്ന മുസ്ലിങ്ങൾ വരുന്നുണ്ട്, നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അറബി പണ്ഡിതന്മാരായ മുസ്ലിങ്ങളുണ്ട്. എത്ര അറബികളുണ്ട് ക്രിസ്ത്യാനികള് ഇല്ലേ? നല്ല അറബി, നല്ല കഴിവുള്ള അറബികള്, നല്ല കവികളുണ്ട്. അറബി ഭാഷ പഠിച്ച ഏതൊരാൾക്കും കിതാബും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയതൊക്കെ പഠിക്കാൻ കഴിയില്ലേ? അപ്പൊ ആരാണ് പണ്ഡിതൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ കുറ്റം പറയാൻ പാടില്ല, അതിൽ ഒരു സംശയവുമില്ല. ഈ കുറ്റം പറയാന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക എന്താ വെച്ചാല്, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് കുറ്റം പറയാതെ പറയാൻ പാടില്ല. പണ്ഡിതന്മാർ എന്നും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ഇൽമ് തന്നെ അള്ളാന്റെ നൂറാണ്. അപ്പൊ ഇത് ഇൽമുള്ള ആൾക്കാരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു അറ്റൊന്നുമില്ല. ഓരോ തളീമേന ഓരോടുള്ള അദബ് ഒരുപാടുണ്ട്. പക്ഷെ ആരാണ് ഇവര് എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാര് പഠിക്കേണ്ടത് ഞാനത് അയക്കണോ എന്നുള്ളതാണ്. കാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യഅ്താലി ആസി. ഇൽമു എന്ന് പറഞ്ഞ അള്ളാന്റെ നൂറാണ്. അത് ദോഷികൾക്ക് അള്ളാഹ് കൊടുക്കൂല എന്നാണ് ബഹുമാനപ്പെട്ട വക്കീലുള്ളാഹിനെ പാടി ഷാഫി ഇമാമിന്റെ ഉസ്താദ് പാടി വെയ്ത്താന്നത്. അപ്പൊ ദോഷികൾക്ക് കിട്ടാത്ത ഇൽമേത്. അപ്പൊ ഇന്ന് ഇവിടെ അവൈലബിൾ ആയ ഇൽമു മുഴുവനും, അത് ഫിഖ് ആവട്ടെ, ഇനി ഏത് ശാസ്ത്രങ്ങളാവട്ടെ, ഇനി തഫ്സീർ ആവട്ടെ, ഹദീസ് ആവട്ടെ, തസവുഫിന്റെ കിതാബുകൾ ആവട്ടെ, ഇവിടെ നികിതമായ അവൈലബിൾ ആയ സർവ്വ കിതാബുകളും സർവ്വ അറിവുകളും ഏതൊരാൾക്കും വായിച്ചു പഠിക്കാൻ പറ്റും. അറബി പോലും അറിയണമെന്നില്ല. ഞാൻ ട്രാൻസ്ലേഷൻ വരെ കിട്ടുമ്പോ ഇപ്പൊ AI ഒക്കെ വന്ന കാലാണ്. ആർക്കും വായിച്ചാൽ കിട്ടും, മനസ്സിലാവും ചെയ്യും. ഇപ്പൊ കോടതിയിൽ വാദിക്കാൻ പോണ വക്കീലന്മാരൊക്കെ 4 മതവും പഠിച്ചാണ് വാദിക്കാൻ പോണെങ്കിൽ നമുക്ക് 4 മതവും പോരെ. ഇപ്പൊ ഞാൻ ഇപ്പൊ 12 കൊല്ലം കിതാബ് ഓതി പഠിച്ച ആളാ. ഒരാളെന്ത് ചോദിച്ചാൽ ചിലപ്പോ നമുക്കൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു തരും. അങ്ങനെയാണ്. അല്ലാത്തവരും കേട്ടോ വേറെ കാര്യം. ആ പറയുന്ന ഇൽമ ഏതാണെന്നറിയോ?